പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അതിന്റെ അഖീദ നിലനിർത്തുന്ന ഒരു പ്രവൃത്തിയാണ് ആദ്യമായിട്ട് സമസ്തയുടെ ഒന്നാമത്തെയും അവസാനത്തെയും പ്രവൃത്തി. അത് തന്നെയാണ്. സമസ്ത ഉണ്ടായതും അതിനു വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദീൻ ഇവിടെ പ്രഖ്യാപിച്ചു. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ മതം ഇസ്ലാമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു, ലോകം സൃഷ്ടിച്ച അള്ളാഹു മനുഷ്യന് വേണ്ടി മാത്രം ഒരു നിയമം കൊടുത്തു. മറ്റുള്ള ജീവികൾക്കൊന്നും ഒരു നിയമവും ഇല്ല. അവർക്ക് പ്രകൃതി നിയമം, അത് പ്രകൃതി അനുസരിച്ച് അവർ ജീവിച്ചു കൊള്ളണം. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെ എന്തൊക്കെ ചെയ്യണം ചെയ്യാതിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി ഒരു നിയമാവലി അവന് നൽകിയിട്ടുണ്ട്. ആ നിയമാവലി ഇവിടെ നൽകാൻ അള്ളാഹു സംവിധാനിച്ച സംവിധാനം ഗ്രന്ഥങ്ങളുണ്ട്. അതോടുകൂടെ തന്നെ അത് പ്രചരിപ്പിക്കാനുള്ള ആളുകളെ, പരിശുദ്ധാത്മാക്കളായ ആൾക്കാരെ അള്ളാഹു തആല തെരഞ്ഞെടുത്തു. അതാണ് അമ്പിയാക്കൾ, പ്രവാചകന്മാർ. ആ പ്രവാചകന്മാർ മുഖേനയാണ് ദീൻ ഇവിടെ നടത്തിയത്, ഇസ്ലാം ഇവിടെ നടത്തിയത്. 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ ഇവിടെ നടത്തിയിട്ടുണ്ട്. അവരൊക്കെ വന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ്, അള്ളാഹുവിനുള്ള വിശ്വാസം, അഖീദ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് പ്രചരിപ്പിച്ചത്. അവരിൽ ചിലരൊക്കെ ഗ്രന്ഥങ്ങളുമായിട്ട് വന്നു. ഗ്രന്ഥങ്ങളൊക്കെ പലതും ഇപ്പോൾ ദുർബലപ്പെട്ടിട്ടുണ്ടെങ്കിലും പരിശുദ്ധ ഖുർആൻ, അവസാനത്തെ പ്രവാചകന് നൽകിയ പരിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നുണ്ട്. ആ പരിശുദ്ധ ഖുർആന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനാണ് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. അതാണ് മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത്. അതാണ് ആ നിലക്ക് അള്ളാഹുവിന്റെ റസൂല്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ദീൻ ഇവിടെ വളരെ നല്ല നിലയിൽ ജനങ്ങളെ പഠിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ മറ്റുള്ള വേദങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇറക്കിയതാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ 23 കൊല്ലം കൊണ്ടാണ് ഇറക്കിയത്. അതിന്റെ അർത്ഥം 40 വയസ്സായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചു. 63 വഫാത്തായി മരിച്ചു. അങ്ങനെയുള്ള 23 കൊല്ലം കൊണ്ട് കണ്ടശയായിക്കൊണ്ട് ആവശ്യാനുസരണമാണ് ഖുർആൻ ഇറങ്ങിയത്. അത് ജനങ്ങളെ നിയമം പ്രാവർത്തികമാക്കി പരിശീലിപ്പിക്കുന്ന പണിയാണ് നബി എടുത്തത്. നിയമം പറഞ്ഞു പോവുകയല്ല. അതാണ് അവരെ കൂടെ ജീവിച്ച് അവരോട് കൂടെ മണ്ണിൽ ഇറങ്ങിക്കൊണ്ട് പ്രവർത്തിച്ചാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനിനെ പരിചയപ്പെടുത്തിയത്. ആ നിലക്ക് പരിചയപ്പെട്ടവരാണ്. അങ്ങനെയുള്ള പരിശുദ്ധാത്മാക്കളാണ്. നബിയിൽ നിന്ന് ആ ജീവിതം കണ്ടും പകർത്തിയും ചെയ്ത ആൾക്കാരാണ് സഹാബത്ത് എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിൽ സഹാബത്ത്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഅഹും ബിഹിസാൻ റളിയല്ലാഹു അൻഹും വറളു അൻ. മുഹാജിറുകളും അൻസാറുകളുമായ സഹാബത്ത്. ആ സഹാബത്ത് നബിയെ പിൻപറ്റിക്കൊണ്ട് ജീവിതം മുഴുവനും ഒപ്പിയെടുത്തിട്ടുണ്ട്. നബിയുടെ എല്ലാ രഹസ്യവും പരസ്യവുമായ എല്ലാ ജീവിതവും റെക്കോർഡാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പകർത്തിയ സഹാബാക്കളെ തൊട്ട് അള്ളാഹു പറയുന്നത് അവർ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ്. സഹാബാക്കൾക്ക് ശേഷം ദീനിവിടെ നിലനിൽക്കണ്ടേ? അമ്പിയാക്കന്മാരുടെ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനു മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ വന്നു. 1500 വർഷം കഴിഞ്ഞിട്ടും പിന്നീട് മുഹമ്മദ് നബിക്ക് ശേഷം പ്രവാചകൻ ഇല്ല, പ്രവാചകൻ വരില്ല. ലാ നബിയ്യ ബഅദി, എന്റെ ശേഷം പ്രവാചകനില്ല, അതിന്റെ ആവശ്യവുമില്ല. ആ നിലയ്ക്ക് സമ്പൂർണമായി അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. അല്ലാഹു തആല ആ ദീൻ നബിയുടെ അവസാനത്തോടുകൂടെ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു എന്ന് ഖുർആൻ ഇറങ്ങി. ഇനി ആ ദീനിൽ ഒന്ന് കൂട്ടാനുമില്ല കുറക്കാനുമില്ല. ആ നിലക്ക് സമ്പൂർണമായ ഒരു മതം നമുക്ക് അല്ലാഹു തആല തന്നു. ആ മതം ഇനിയും പ്രവാചകനില്ലാതെ തുടരണം, ഖിയാമം വരെ തുടരണം. അതിനെന്താ മാർഗം? പ്രവാചകനില്ലാതെ തുടരാൻ എന്താ മാർഗം? അതാണ് ആ മാർഗം പറയുന്നത്. എന്റെ സഹാബത്ത് എന്റെ ജീവിതം പകർത്തിയവരാണ്. എനിക്ക് ശേഷം നിങ്ങൾ അവരെ കണ്ടു പഠിക്കണം. അവരെ നിങ്ങൾ കണ്ടു പഠിച്ചാൽ എന്നെ കണ്ടു പഠിക്കുന്നതിന് ഫലം തന്നെയാണ്. എന്നെ പിൻപറ്റിയാൽ എന്നെ പിൻപറ്റിയതുപോലെ തന്നെയാണ് അവരെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. വല്ലദീന തബഅഹും ബിഹിസാൻ. പിന്നീട് അവർക്ക് ശേഷം പിന്നീട് വരുന്ന തലമുറ ഈ ജീവിതമാർഗം ശീലിച്ച് അത് അനുഭവിച്ച് അത് ജീവിതത്തിൽ പകർത്തിയ താബിഈങ്ങൾ, അനുഗാമികൾ, അതിനുശേഷം വന്ന അങ്ങനെ കാലക്രമേണ ഏതോ കാലഘട്ടത്തിലും വരുന്ന ആൾക്കാർ ഈ നല്ല മാർഗം സ്വീകരിച്ചു കൊണ്ടുവന്ന നബി പഠിപ്പിച്ച ആ മാർഗം, ചര്യയും സ്വഭാവമൊക്കെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിച്ച് കാണിച്ചു തന്ന ആ തലമുറകൾ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. എന്റെ നൂറ്റാണ്ടാണ് ഏറ്റവും നല്ല നൂറ്റാണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞാൽ എന്റെ അടുത്ത നൂറ്റാണ്ട്, അത് കഴിഞ്ഞാൽ അടുത്ത നൂറ്റാണ്ട്, അങ്ങനെ 3 നൂറ്റാണ്ടുകളെ പ്രശംസിച്ച് പറഞ്ഞു. ആ നൂറ്റാണ്ടുകളിലൊക്കെ
മഹാന്മാരായ പണ്ഡിതന്മാർ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഹദീസ് ക്രോഡീകരിച്ചവര്, ഖുർആൻ ക്രോഡീകരിച്ചവര്, അതുപോലെ ഫിഖഹിന്റെ മസലകൾ എങ്ങനെയാണ് നമ്മൾ പ്രവർത്തന ഇബാദത്തുകളൊക്കെ ചെയ്യേണ്ടതെന്ന് കൃത്യമായി സൂക്ഷിച്ച് വരച്ച് കാണിച്ചു തന്ന മദ്ഹബിന്റെ ഇമാമുകൾ, ഇവരൊക്കെ കാണിച്ചു തന്നാൽ പിന്നെ നമുക്ക് വേറൊരു സംശയമില്ല. ആ മഹാന്മാർ അള്ളാഹുവിന്റെ റസൂൽ പ്രശംസിച്ച കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ചവരാണ്. ബഹുമാനപ്പെട്ട സിഹാഹു സിത്ത ഹദീസിന്റെ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് മുസ്ലിം ലോകം ഒന്നും കാണാതെ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ അംഗീകരിക്കുന്ന 6 കിതാബുകളുണ്ട്. സഹാഹു സിത്ത എന്ന് പറഞ്ഞത് ബുഖാരി മുസ്ലിം തുടങ്ങിയിട്ട്. അതുണ്ടായത് ഈ കാലഘട്ടത്തിലാ. 3 നൂറ്റാണ്ടുകൾക്കുള്ളിലാണ് അവർ അതൊക്കെ രചിച്ചിരിക്കുന്നത്. അതേപ്രകാരം ഫിഖ് മസലകൾ, അതായത് മനുഷ്യൻ അനുവർത്തിക്കേണ്ട കർമ്മത്തിന്റെ വിധിവിലക്കുകൾ, നമ്മൾ എന്തൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് എഴുതി ചേർത്തിരിക്കുന്നു, റെക്കോർഡാക്കിയിരിക്കുന്നു. അതാണ് മദ്ഹബ് എന്ന് പറയുന്നത്. ആ മദ്ഹബിന്റെ ഇമാമുകളും ഈ നൂറ്റാണ്ടുകളിൽ ജീവിച്ചു മരിച്ചവരാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഈ ഇസ്ലാമിനെ നമുക്ക് സമ്പൂർണ്ണമായിട്ട് തന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് എന്താക്കണ്ട, ഒന്നും വേണ്ട. അപ്പൊ മദ്ഹബിനെ സ്വീകരിക്കുക. മുഹദ്ദിസീങ്ങളെയും മുഫസ്സിരീങ്ങളെയും ആ കാലഘട്ടത്തിലുള്ള മുഫസ്സിരീങ്ങളൊക്കെ സ്വീകരിച്ചാൽ മതി. അതാണ് നമ്മൾ പറയുന്നത്. ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ എന്ന് പറയുന്നത് അതാണ്. ആ നിലക്കുള്ള അഖീദയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. കേരളത്തിലും കിട്ടിയിട്ടുള്ളത് തന്നെയാണ്. കേരളത്തിലും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കിട്ടിയ അഖീദ തന്നെയാണ് ഇസ്ലാം. അതാണ് ആ ഇസ്ലാമിനെ അനുധാവനം ചെയ്തു പോലാണ് നമ്മുടെ കടമ. കേരളത്തിൽ ഇസ്ലാം വന്നത് സഹാബത്തിന്റെ കാലത്ത്, അതായത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം പകർത്തിയ പരിശുദ്ധാത്മാക്കളായ സഹാബത്താണ് ഇവിടെ കേരളത്തിലും ഇസ്ലാം കൊണ്ടുവന്നത്, ഇന്ത്യയിൽ കൊണ്ടുവന്ന അവരാണ്. അതുകൊണ്ട് അവർ പേച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആൻ സാക്ഷീകരിച്ച മഹത്തുക്കളാണ് അവർ കൊണ്ടുവന്ന ദീനിൽ ഒരു കലർപ്പുമില്ല. നമ്മൾ അനുവർത്തിച്ചു വരുന്നത് അവർ കൊണ്ടുവന്ന ദീനാണ്. ഈ കാലത്തും മൗലിദ്, റാത്തീബ്, അതുപോലെ മരിച്ച അഭിയന്തരങ്ങളിൽ തറാവീഹ് നിസ്കാരം, ജുമാ ജമാഅത്ത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവരെന്താണോ നമ്മളെ പഠിപ്പിച്ചു തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസവും പ്രവർത്തനവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ എവിടുന്ന് അത് പഴച്ചത്? എവിടെയും പഴച്ചിട്ടില്ല. അവരനുധാവനം ചെയ്തു വരുന്ന പണ്ഡിതന്മാർ എക്കാലത്തുണ്ടായിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എന്ന് പറയുന്ന അവരാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ കാലശേഷം എന്റെ സമുദായം പിളരും. എത്രത്തോളം എന്ന് വെച്ചാൽ യഹൂദികളെ 71 പിളർന്നെങ്കിൽ നസാറാക്കൾ 72 പിളരും. എന്റെ സമുദായം 73 പിളരും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലായിരിക്കും. ഇല്ലാ വാഹിദ, ഒന്നൊഴികെ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, ആ ഒന്നാരാണ് നബി എന്ന് ചോദിച്ചപ്പോൾ, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഏതൊരു നിലക്കാണോ ജീവിച്ച് കാണിച്ചു തന്നത് ആ ജീവിത പദ്ധതി, ആ ശൈലി ഉൾക്കൊള്ളുന്നവരാണ് രക്ഷയുടെ ആൾക്കാർ, ബാക്കിയുള്ളവരൊക്കെ ശിക്ഷയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഫിത്നയും ഉണ്ടായിരുന്നില്ല. സഹാബത്ത് കൊണ്ടുവന്ന ദീനെ ഒരു 14 നൂറ്റാണ്ട് നമ്മൾ എന്താക്കി ഇവിടെ കഴിഞ്ഞുകൂടാൻ അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ. പിന്നെ അങ്ങനെയാണ് 1922 ശേഷമാണ് വഹാബി എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടായത്. വഹാബികൾ അവരാണ് ഇവിടെ ഫിത്ന ഉണ്ടാക്കിയത്. KM മൗലവിയുടെ നേതൃത്വത്തിലുള്ള വഹാബി സംഘം നമ്മൾക്ക് ഇവിടെ ഫിത്ന ഉണ്ടാക്കി. ആ ഫിത്ന ഉണ്ടാക്കി എന്ന് മാത്രമല്ല, നമ്മളെ ഒക്കെ മുശ്രിക്കുകളാക്കി, ബഹുദൈവ ആരാധകരാക്കി. സുന്നികളൊക്കെ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും, ഇത്തരം പ്രവർത്തനങ്ങൾ, മഹാന്മാരെ ആദരിക്കലും അതുപോലെ ഇമാമിനെ തക്ലീദ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശിർക്കാണ്, അത് പാടില്ലാത്തതാണ്, ഞങ്ങളൊക്കെ മുശ്രിക്കുകളാണെന്ന് അവർ പറഞ്ഞു. അതാണ് ചെയ്തത്. അത് ചെയ്തപ്പോഴാണ് 1926 സമസ്ത ഉണ്ടാക്കേണ്ടി വന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അവരുടെ അബദ്ധചടിലമായ എല്ലാ പ്രസംഗങ്ങളും അവരുടെ എല്ലാ അഖീദകളൊക്കെ മാറ്റിത്തിരുത്തി ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന സഹാബത്തിൽ കൂടെയും താബീങ്ങളിൽ കൂടെയും നമുക്ക് കിട്ടിയ ആ പാരമ്പര്യം, ആ പൈതൃകം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സമസ്തയുടെ ഉലമാക്കൾ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന്റെ ലക്ഷ്യം അതാണ്.